ഹലോ ഗൈസ്, ലോകേഷ് കനകരാജ് രജനികാന്ത് ചിത്രം കൂലിയുടെ ചെറിയ റിവ്യൂ ആണിത്. പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ ഇഴകീറി പരിശോധിച്ചുള്ള റിവ്യൂ ഒന്നും അല്ല ഇത്. അത് പ്രതീക്ഷിച്ച് ആരും ഇങ്ങോട്ട് വരണ്ട. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ രജനികാന്തിൻ്റെ ആ റോൾ അടിപൊളിയാണ്. കാര്യം പുള്ളിയുടെ ആ ഒരു ഓറയുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപേന്ദ്രയുടെ ഇൻട്രോ അത് അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് അധികമായിട്ടൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ നാഗാർജുന, പുള്ളിയുടെ കുബേര സിനിമ കണ്ടിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരേപോലെ തോന്നിക്കും. പിന്നെ കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ശ്രുതിഹാസനും അതുപോലെ തന്നെ സത്യരാജിനും ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തു പോകാനായിട്ടില്ല. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല റോള് ചെയ്തിരിക്കുന്നത് സൗബിനാണ്. അതോടൊപ്പം സൗബിൻ്റെ പേരായിട്ട് അഭിനയിച്ചൊരു അഭിനേത്രിയുണ്ട്, എനിക്ക് പേര് അറിയില്ല. പുള്ളിക്കാരി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് അമീർ ഖാനെ പോലെ വലിയൊരു ആക്ടറെ കൊണ്ടുവന്നിട്ട് ഇത്രയും സീരിയസ് അല്ലാത്ത ഇത്രയൊരു ചെറിയ റോള്, ഒന്നും അല്ലാത്തൊരു റോള് കൊടുക്കേണ്ടുന്ന ഒരാവശ്യവും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിച്ചത്. കാര്യം ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഇതൊരു സർട്ടിഫിക്കറ്റ് സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിച്ചിട്ടില്ല. ഇതൊരു പക്ക സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. അല്ലാതെ LCU-ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ഒരു സിനിമയാണിത്. സ്ഥിരം കണ്ടുവരുന്ന ഒരു കഥയൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത് പറഞ്ഞു പോകുന്നത്. അല്ലാതെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കുറേ ഉള്ളത് ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി കൂടെ എന്താ പറയുക, വയലൻസ് ഉണ്ട്. ഈ സിനിമയിലെ DHing കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് സീനും കാര്യങ്ങളും അത് ഇതെല്ലാം BGM ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ അടിപൊളിയാണ്. ഇതൊരു ബിലോ ആവറേജ് സിനിമയാണെങ്കിലും നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. തിയേറ്ററിൽ പോയി നമുക്ക് കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ടൈം നമുക്കങ്ങനെ വേസ്റ്റ് ആകത്തില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.